എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LPUP എക്സാമിന് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് എങ്ങനെ പഠിക്കണം, നമുക്കിനി ടെൻഷൻ അടിച്ചിരിക്കാനുള്ള സമയമൊന്നും നമ്മളുടെ മുന്നിലില്ല. കാരണം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ അടുത്ത് തന്നെ വരും. അതായത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരും എന്ന് പറയാനുള്ള ഒരു കാരണം നമുക്ക് കഴിഞ്ഞ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. 2019 ആ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത്, അതായത് UPSCയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത് 2019 2019 ഡിസംബർ ജനുവരി ആ ഒരു മാസത്തിൽ തന്നെയാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. UPSCയുടെ LPUPയുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും, അല്ലേ? LPUP എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. നോർമൽ PSCയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു എക്സാമാണ് LPUP എക്സാം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു LPUP എക്സാമിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നു, അതിൽ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം 2019 ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 2019 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നു, ജനുവരി ലാസ്റ്റ് എങ്ങാണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ആ ഒരു മാസത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് അതിനൊരു കൺഫർമേഷൻ വരുന്നത്. ഓഗസ്റ്റിൽ കൺഫർമേഷൻ വന്നു. ഓഗസ്റ്റ് കഴിഞ്ഞ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 7 ആയിരുന്നു UPSCയുടെ എക്സാം നടന്നത്. നവംബർ 24 LPയുടെ എക്സാം നടന്നത്. ഇനി ഇത് കഴിഞ്ഞ് 2020 നമ്മുടെ എക്സാം കഴിയുന്നു. 2021 അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ആ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിനുശേഷം നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഷോർട്ട് ലിസ്റ്റ് വരുന്നു, പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തുന്നു. അതിനുശേഷമാണ് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊന്നും ഓരോരോ മാസങ്ങൾ ഇടവിട്ടിട്ട് കറക്റ്റ് ഒരു വർഷത്തിനുള്ളിലല്ല ഈ എല്ലാ പ്രോസസ്സും നടക്കുക. 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ റാങ്ക് ലിസ്റ്റ് വന്നത്, LPയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 2022 ജൂൺ 1 UPയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് ഒക്ടോബർ 10 അപ്പോൾ ഈ ഒരു ഇത്രയും കാലയളവ് ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, എക്സാമിൻ്റെ അപ്ലിക്കേഷൻ അയക്കുന്നത് മുതൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വരെ ഏകദേശം ഒരു 3 വർഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് LPയുടെയും വന്നു, UPയുടെയും വന്നു. അപ്പോൾ ഇനി വളരെ അടുത്ത് തന്നെ എന്തിൻ്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം? LPUPയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡിഗ്രി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അതൊരു വീഡിയോ ചെയ്തായിരുന്നു, അല്ലേ? അപ്പോൾ ആ വേണമെന്ന് പറയുന്ന ഈ ക്വാളിഫിക്കേഷനും ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് പോകും എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും അതായത് യാതൊരു ചാൻസും ഈ വരാനിരിക്കുന്ന LPUP എക്സാമിലേക്ക് അത് ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റട്ടെ. അതായത് ഇനിയും ഒരുപാട് വൈകിക്കാൻ നിൽക്കരുത് കേട്ടോ. അതായത് ഇനി ഡിഗ്രി ഇല്ലാത്ത ആളുകൾ LPക്ക് വേണ്ടിയിട്ട് ഡിഗ്രി നിർബന്ധമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത എക്സാം ഒക്കെ ആവുമ്പോഴേക്കും എന്തായാലും ആ ഒരു ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൂടിയിട്ട് ഈ ഡിഗ്രി ഒക്കെ എല്ലായിടത്തും നിർബന്ധമാക്കും. ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്കുള്ള രീതിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏതാണെങ്കിലും പഠിച്ചേ പറ്റൂ. വരാനിരിക്കുന്ന LPUP എക്സാമിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുക തന്നെ വേണം, അല്ലേ? അപ്പോൾ അത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും OMR ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കാം. പഠനം തുടങ്ങേണ്ടത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സിലബസ് അനുസരിച്ച് പഠിക്കുക. ഇപ്പം നമ്മളുടെ മുന്നിൽ LPക്കാണെങ്കിലും UPക്കാണെങ്കിലും കോമൺ ആയിട്ട് നമ്മളുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട്. കഴിഞ്ഞ LPSC UPSCയിൽ സിലബസിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. കാരണം LPക്ക് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ടുള്ളതിൽ രണ്ടിനും കൂടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്, അല്ലേ? അപ്പോൾ ആ സിലബസിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിക്കാം. ഇനി ആ സിലബസ് അനുസരിച്ച് നടത്തിയിട്ടുള്ള ഓൾറെഡി ഏപ്രിലിൽ കഴിഞ്ഞിട്ടുള്ള NCAയുടെ ഒരു എക്സാം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ അപ്ലൈ ചെയ്തിരുന്ന ഈ NCAയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു എക്സാം കൂടെ ചിലപ്പോൾ നമ്മളുടെ LPUP എക്സാമിന് മുമ്പായിട്ട് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക്
മോഡൽ എക്സാം ആയിട്ട് ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് NCEയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തന്നിട്ടുള്ള സിലബസിൽ എന്താണോ എത്ര മാർക്കിനാണോ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യുക, സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലേ. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് എയിം സ്റ്റഡി സെന്ററിൽ ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, അങ്ങനെ നിരവധി എക്സാമുകൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയമൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മെന്റർ കൂടെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതായത് ആ ഓരോ സിലബസിലും നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സിലബസ് നോക്കാം. സിലബസിൽ തന്നെ വ്യക്തമായിട്ട് അവിടെ മാർക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. സിലബസിൽ നമുക്ക് സയൻസിന് ഇത്ര മാർക്ക്, സോഷ്യൽ സയൻസ് അതായത് സയൻസ് തന്നെ ബയോളജിയിൽ 6 മാർക്ക്, കെമിസ്ട്രി ഫിസിക്സ് 7 മാർക്ക്, അതുപോലെ തന്നെ ഹിസ്റ്ററിക്ക് 15 മാർക്ക്, ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ജോഗ്രഫിക്ക് 5 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ കറക്റ്റായിട്ട് മാർക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള സിലബസ് നമ്മുടെ മുന്നിലുണ്ട് ഇല്ലേ. അതായത് മാത്സിന് ഇത്ര, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഇത്ര, മലയാളത്തിന് ഇത്ര, കറണ്ട് അഫെയറിനടക്കം എത്ര മാർക്ക് ഏതൊക്കെ പാർട്ടിൽ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് നമുക്കുണ്ട്. നമ്മൾ മറ്റ് പരീക്ഷകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളുടെ നോർമൽ PSC എക്സാമുകളെ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വാസ്റ്റാണ് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മളുടെ ചെറിയൊരു സിലബസാണ്, നമ്മളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. പഴശ്ശി കലാപവും പാലിയത്തച്ഛനും കുറിച്യർ കലാപവും വേലുത്തമ്പി ദളവയൊക്കെയാണ് ആദ്യമുള്ളത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതിനെ ആ തന്നിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതിൽ തന്നെ ഇപ്പോൾ ഹിസ്റ്ററിയിൽ 2 മാർക്ക് എക്സ്ട്രാ കറണ്ട് അഫെയർ തന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിൽ നിന്ന് വരുന്ന കറണ്ട് അഫെയർ നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓരോ ടോപ്പിക്സും ഈ തന്നിട്ടുള്ള സിലബസിനെ അരച്ച് കലക്കി അങ്ങോട്ട് പഠിക്കുക. നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയാലും നമുക്ക് അറ്റൻഡ് ചെയ്യണം, OMR എക്സാം ആണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. എല്ലാം ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക. പഠിക്കുന്ന സമയത്ത് SCERT പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും SCERT പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളാണ് കൂടുതലും അവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിനെ മറ്റുള്ളവർക്ക്, നമ്മളെല്ലാവരും അധ്യാപകരാകാൻ പോകുന്ന ആളുകളാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾക്ക് ഈ പഠിച്ച സാധനങ്ങളൊന്നും മറ്റുള്ള PSC എക്സാമുകളെ പോലെ നമുക്ക് അവിടെ വെച്ച് പോകേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം ഈ പഠിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളൊരു അധ്യാപകരായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഒരറിവും നമ്മൾ ഈ പഠിക്കുന്ന ഒരറിവും നമുക്ക് ഈ ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ മറന്നു കളയേണ്ട ഒരു കാര്യമല്ല. നമ്മൾ അധ്യാപകരാവാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാനും ഒരുപാട് ഗുണം ചെയ്യും. ആ ഗുണം ചെയ്യുമെന്ന് പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിലേക്ക് നിങ്ങൾ എത്തുക. പഴശ്ശി കലാപത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പഴശ്ശി കലാപം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കണം. നാളെ നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പഴശ്ശി കലാപം എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യുക, പഠിക്കുക. മാത്സ് പഠിക്കുമ്പോഴും നിങ്ങൾ SCERT പാഠപുസ്തകങ്ങളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്ത് SCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ സിലബസ്, കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അപ്പോൾ
നമ്മളുടെ ഈ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ LP-UPക്ക് ആണെങ്കിലും കേട്ടറ്റിനാണെങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മളുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ ഈ LP-UPയും എത്രത്തോളം റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് LP-UPക്കും ഈ കഴിഞ്ഞ കേട്ടറ്റിനും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റിൽ 450-ൽ പരം കുട്ടികളാണ് എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്ന് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ LP-UP ആണെങ്കിൽ 250-ൽ പരം കുട്ടികൾ, കേരളത്തിൽ തന്നെ ചരിത്ര വിജയം എന്ന് നമുക്ക് പറയാം. 250-ൽ പരം കുട്ടികളാണ് LP-UP ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മാറ്റങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. ടെൻഷൻ അടിച്ചിരുന്നിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. നമ്മളുടെ സമയം കളയുക. കുറേ ടെൻഷൻ അടിച്ചു ഈ ഒരു ന്യൂസ് വന്നു അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് മാറാൻ പോകുന്നു, ഒരു ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വീഡിയോസ് തപ്പാൻ ഇറങ്ങും നമ്മൾ. അതിൻ്റെ പിന്നാലെ പോയി അയ്യോ ആ ചാനലിൽ ഇന്നത് പറഞ്ഞു, ഈ ചാനലിൽ ഇന്നത് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കണം, നമുക്ക് ജോലി വേണം. അത് ഏത് ടൈപ്പ് ഓഫ് എക്സാം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യുക തന്നെ വേണം അല്ലേ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ടഫ് നമുക്ക് അന്ന് തോന്നി, SSLC പഠിക്കുന്ന സമയത്ത് തോന്നി അന്നത്തെ എക്സാം ആയിരുന്നു ഏറ്റവും ടഫ് ജീവിതത്തിലേന്ന്. അതാണ് എല്ലാവരും അന്ന് പറയാം. അപ്പം ആ ഒരു കടമ്പ നമ്മൾ കടന്നു. +2 പഠിക്കുന്ന സമയത്തും പറഞ്ഞു ഇതുപോലെ ഭയങ്കര ടഫായിട്ടുള്ള എക്സാം അങ്ങനെയാണ്. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. TTC B.Ed ഏതാണെങ്കിലും ഇതൊക്കെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എഴുതി വന്ന ആളുകളാണ്. ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. പിന്നെ ഈ ഒരു എക്സാം ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും കടമ്പകൾ കടന്നു വന്ന ഒരാൾക്ക് ഈ ഒരു എക്സാം LP-UP എക്സാം ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ടെൻഷൻ അടിക്കേണ്ട, ആവില്ല എന്ന് തന്നെ വിചാരിക്കാം. അഥവാ ആയാൽ തന്നെ, അതായത് ഔദ്യോഗികമായിട്ട് നമുക്ക് ഒരു അറിവുകളും ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് കുറേ വീഡിയോസും ന്യൂസുകളും ഗ്രൂപ്പുകളിൽ വരുന്ന കാര്യങ്ങൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100% നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കുക. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എല്ലാ ഏരിയാസും സിലബസിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് പഠിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കണ്ട എന്നല്ല പറയുന്നത്. സിലബസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും ഈ സിലബസിൽ ഇല്ലാത്ത എന്ത് പഠിക്കണം? സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ SCERT പാഠപുസ്തകങ്ങളെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അല്ലാതെ 5th മുതൽ 10th വരെയുള്ള SCERTയുടെ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കവർ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഈ മാത്സിന് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ സബ്ജക്ട്സ് നമ്മുടെ ഓരോന്നിനും അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള മാർക്കുകൾക്കനുസരിച്ച് നമ്മളുടെ ഏരിയാസ്, നമ്മളുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ അതായത് ഇപ്പോൾ മാത്സ് കുറേ ആളുകളൊക്കെ ചിലപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ പഠിച്ച് കുറച്ച് ഡിഗ്രി B.Ed ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും. വേറെ പഠിക്കാനോ ഒന്നും സമയമൊന്നും പറ്റാതിരുന്ന് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യണ്ട? ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമ്മളുടെ ലിമിറ്റേഷൻസ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ലിമിറ്റേഷനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയം മാറ്റിവെക്കുക. എന്ന് വെച്ചാൽ മാത്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ സമയം മാറ്റിവെക്കുക. അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും വർഷങ്ങൾ ഗ്യാപ്പ് എടുത്തു, എനിക്ക് ഇനി പഠിച്ചെടുക്കണമെങ്കിൽ എനിക്ക് അവരുടെ കൂടെ എത്തുമോ, അല്ലെങ്കിൽ അതായത് നമുക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഇറങ്ങി തിരിച്ച ആ ഒരു മൈൻഡില്ലേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ പഠിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഈ ഒരു മൈൻഡിൽ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് LP-UP വേണം, എൻ്റെ സമയം ഇതുവരെ കളഞ്ഞു, ഇനി കളയാനില്ല, നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളതിലേക്കും അത് മാറ്റി നിർത്തിക്കോളുക. ഇപ്പം മുതൽ, അതായത് നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി കഴിഞ്ഞ LP-UP കഴിഞ്ഞപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ നടത്തുന്ന നമ്മളുടെ തന്നെ ഒരുപാട് ബാച്ചുകളുണ്ട്. അപ്പം നിങ്ങളുടെ സമയം ഇതുവരെ നിങ്ങൾ കളഞ്ഞു, ഇനി എന്ത് ചെയ്യരുത്? ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയരുത്. നമ്മളുടെ മുന്നിൽ ഇനി സമയമില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളുടെ സിലബസ് ഏകദേശം കംപ്ലീറ്റ് ആവണം.
ഇനി അഥവാ സിലബസിൽ മാറ്റങ്ങൾ വന്നാൽ പോലും നിങ്ങൾ ഈ SCERT കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പാഠപുസ്തകങ്ങളും കവർ ചെയ്ത് തന്നിട്ടുള്ള സിലബസ് ഓൾറെഡി നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് വരുന്ന മാറ്റങ്ങൾ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്നും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് അധികം സമയം വേണ്ടി വരില്ല. മനസ്സിലായോ? അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഒഴിവാക്കിക്കോളുക. അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ന്യൂസസിലേക്ക് ഒന്നും പോവണ്ട. മാക്സിമം നമ്മളുടെ സിലബസ് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ നിങ്ങളുടെ രീതിയിൽ അനുസരിച്ചിട്ട് നിങ്ങളുടെ 100% കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അല്ലെങ്കിൽ ഈ ഒരു ജേണിയിലേക്ക് ഇറങ്ങുക. ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കേട്ടിട്ടാണെങ്കിലും LPUPക്കൊക്കെ ആണെങ്കിലും ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ SREE ലേണിംഗ് ആപ്പ് എയിംസിൻ്റെ ആപ്പാണ്. നിങ്ങളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, അതായത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്തൊക്കെയാണോ അതിൽ കൊടുക്കുന്നത് അതൊക്കെ അവൈലബിൾ ആയിരിക്കും. പ്രീമിയം കോഴ്സുകളുണ്ട്. കോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത്. റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, മോഡൽ എക്സാം, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ കേട്ടറ്റിൻ്റെ ആണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് വലിയൊരു എക്സാമാണ്. വരാനിരിക്കുന്ന LPUPക്ക് മുമ്പായിട്ടുള്ള വലിയൊരു എക്സാം ആണ് അല്ലേ. അപ്പോൾ ആ കേട്ടറ്റിനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ കേട്ടറ്റിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇനി യാതൊരു ചിന്തകളും ഇല്ല, ഒരു എക്സ്ക്യൂസും പറയാനില്ല. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.